ജയിൽ മോചിതരായെങ്കിലും കന്യാസ്ത്രീകൾക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയുള്ള കേസുകളിൽ ആശങ്ക ബാക്കി. കേസ് റദ്ദാക്കാൻ ഇനിയും കോടതി കയറി ഇറങ്ങേണ്ടി വരും എന്നതാണ് മുന്നിലെ പ്രതിസന്ധി. കന്യാസ്ത്രീകൾക്കെതിരായ നടപടിയിൽ കേന്ദ്രത്തിനും BJPക്കുമെതിരെ വിമർശനം തുടരുകയാണ് കത്തോലിക്കാ സഭ. കേസുമായി ബന്ധപ്പെട്ട BJP ഇടപെടലിൽ വിമർശനവുമായി സംഘപരിവാർ മതാചാര്യൻ സ്വാമി ചിദാനന്ദപുരി രംഗത്തെത്തി. കന്യാസ്ത്രീകൾക്കുള്ള ജാമ്യം താൽക്കാലിക ആശ്വാസം മാത്രമെന്ന് കുടുംബവും സഭയും പറയുന്നു. കേസ് റദ്ദാക്കിയാലേ സമാധാനമാകൂവെന്ന് കന്യാസ്ത്രീകളുടെ കുടുംബാംഗങ്ങൾ പറയുന്നു. ഇനിയും എന്തെല്ലാം നേരിടേണ്ടി വരുമെന്നോർത്ത് ആശങ്ക മാറുന്നുമില്ല. ഒരു തെറ്റും ചെയ്യാത്തവര് എന്നെ കോടതിയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര വലിയ തെറ്റ് ചെയ്തവരും രാജ്യദ്രോഹവും തീവ്രവാദികളൊക്കെ പോകുന്ന ഒരു കോടതിയാണ്. ആ ഒരു കോടതിയിലേക്കാണ് നമ്മുടെ ചേച്ചിമാരെ സിസ്റ്റേഴ്സിനെ വലിച്ചഴച്ചത്. കന്യാസ്ത്രീകൾക്കെതിരായ നടപടിയിൽ ഇരിങ്ങാലക്കുട രൂപതയിൽ ഇടയലേഖനം വായിച്ചു. കന്യാസ്ത്രീകളുടെ മോചനത്തിൽ കേന്ദ്ര സർക്കാരോ ഛത്തീസ്ഗഡ് സർക്കാരോ ഇടപെടലുകൾ നടത്തിയില്ലെന്നാണ് വിമർശനം. ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ കേസെടുക്കണമെന്ന് രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ. ബജ്രംഗ്, സംഘപരിവാർ തുടങ്ങിയിട്ടുള്ള മത രാഷ്ട്രീയ തീവ്രവാദ സംഘടനകളുടെ പേരിൽ, TTEയുടെ പേരിൽ, പരസ്യ വിചാരണ ചെയ്തവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യേണ്ടത് സഭ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതിക്രമം കാണിച്ചവർക്ക് കാവൽ നിൽക്കുന്നത് തങ്ങളല്ലേ എന്ന് കേന്ദ്രം ആത്മപരിശോധന നടത്തണമെന്നാണ് കത്തോലിക്കാ സഭാ മുഖപത്രം ദീപിക മുഖപ്രസംഗം എഴുതിയത്. സംഭവത്തിൽ BJP നേതൃത്വത്തെ പരിഹസിച്ച രാജ്യസഭാംഗം A റഹീം ആൾക്കൂട്ട വിചാരണ നടത്തി ഇവരെ കയ്യേറ്റം ചെയ്ത് കള്ളക്കേസുണ്ടാക്കി ജയിലിലടച്ച അതേ BJP തന്നെ അവരെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ പോയി നിൽക്കുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അതേസമയം വിഷയത്തിൽ BJP നേതൃത്വത്തിനെതിരെ കുളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി രംഗത്തെത്തി. കുറ്റവാളി ആരെന്ന് ഇനി രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തീരുമാനിക്കുമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.